നമസ്കാരം മുതലാളി. കഴുകനെ കണ്ട് പാമ്പ് പോട്ടിലേക്ക് പോകുന്ന പോലെ നിങ്ങളുടെ കാര്യത്തില് തന്ന വാക്ക് തെറ്റിച്ച് എവിടെയെങ്കിലും പോയി ഒളിക്കുമെന്ന് ഞാൻ പേടിച്ചു. പറഞ്ഞ പോലെ തന്നെ വാക്ക് നിറവേറ്റിയിരിക്കുന്നു നിങ്ങള്. ഞാൻ പറയുന്ന വാക്ക് തെറ്റിക്കുന്നവനല്ല. നീയും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്കും എനിക്കും നല്ലത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ച് അയക്കാൻ നോക്കി. എന്നാൽ ഇപ്പൊ നിന്റെ അടുത്തിരിക്കാൻ വേണ്ടി എനിക്ക് വാക്ക് തന്ന് വരവേൽക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ വാക്കെങ്ങനെയാ തെറ്റിക്കുക? ഒരുപാട് വർഷങ്ങളുടെ വേദനയല്ലേ, തീർച്ചയായും നിറവേറ്റും. എന്റെ മകളെയാണ് നിനക്ക് തരാമെന്ന് പറഞ്ഞത്, അല്ലാതെ എന്റെ നാടല്ല. നാടുമായിട്ട് ഞങ്ങൾക്ക് എന്താ പ്രശ്നം മുതലാളി? നിന്റെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് അയക്കാൻ പോകുന്നു. അത് മതി എനിക്ക്. അവളെ ഞാൻ എന്റെ മരുമകളെ കാണാതെ നിങ്ങളുടെ മരുമകളായിട്ട് കണ്ടോളാം, പോരെ? ഈ കാര്യങ്ങളൊന്നും അവർക്കറിയാത്തതാണോ? പറഞ്ഞു കൊടുക്കണോ? നല്ല മുഹൂർത്തം നോക്കി അറിയിക്കാം, വന്നോളൂ. ഇപ്പൊ നിങ്ങൾ വേഗം പോവാൻ നോക്ക്. അവരെന്തായാലും വരും, വരാതെ എവിടെ പോവാനാ? വിചാരിച്ചത് നടത്തിക്കളഞ്ഞല്ലോടി. നിനക്ക് മഹാലക്ഷ്മി ജീവനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അവളെ കൊണ്ടുപോയി ആ രാക്ഷസിനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും നീ ഇത്രയും ജോളിയായിട്ടിരിക്കുകയാണെന്ന് കാണുമ്പോ. എടാ പൊട്ടങ്ങാപ്പാ, എന്ത് നടന്നാലും ശരി, മഹാലക്ഷ്മി ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാടാ. വയറ് കുറയ്ക്കാൻ വേണ്ടി റണ്ണിങ്ങിന് പോവാതെ അകത്ത് പോകാമെന്ന എന്നെ എന്തിനാണ് തടയാൻ നിൽക്കുന്നേ? ബഫല്ലോ മാമി, ആദ്യം എന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ, പിന്നെ ഈ ബ്ലഡി ബഫലോസിനൊക്കെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. പഴം വെരി സ്വീറ്റ് മമ്മി. വാവ്, എന്റെ മഹാലക്ഷ്മി എവിടെ? അകത്താണുള്ളേ. താങ്ക് യു. ആരാത്? ഡാഡി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നമസ്കാരം ഡാഡി. വരുമ്പോ ഞാൻ പാല് വാങ്ങാന്ന് കരുതിയതാ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പശുക്കളൊക്കെ ഉണ്ടല്ലോ. മഹാലക്ഷ്മിക്കും എനിക്കും കല്യാണം നടക്കുമെന്ന് പറഞ്ഞപ്പോ മുതൽ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിട്ട് എന്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നതാ. എന്റെ മഹാലക്ഷ്മി എവിടെ? മഹാലക്ഷ്മി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ഇങ്ങ് അടുത്ത് വന്നേ. ബാഡ് പെർഫ്യൂം. പെർഫ്യൂം അടിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. വേസ്റ്റ് ഡ്രസ്സിംഗ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. നിന്നെ സാരിയിൽ സുന്ദരിയായിട്ട് കാണാന്ന് കരുതി വന്നതാ. ഇതെല്ലാം മൂടി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. വെരി വെരി ബാഡ്. എന്താ നിനക്ക് രാജയെ മറക്കാൻ പറ്റുന്നില്ലേ? പ്രേമം മാത്രമായിരുന്നോ അതല്ല അവന്റെ കൂടെ കിടത്തവും ഉണ്ടായിരുന്നോ? ട്രയല് നോക്കിയാലോ മോളെ? കെട്ടിച്ചു തരാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുവരെ നീ എന്റെ കൺമുന്നിൽ വന്നു പോകരുത്. നിന്റെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ ഡാഡി. എന്റെ ആണത്തെ ഞാൻ നിന്റെ ഭർത്താവായതിനു ശേഷം കാണിക്കാടി. പോയിട്ട് വരട്ടെ ഡാഡി. മമ്മി, യു ആർ ബ്യൂട്ടിഫുൾ. എന്നെ അനുഗ്രഹിക്കും മമ്മി. ബൈ മഹാലക്ഷ്മി. ഐ ആം വെയിറ്റിംഗ് ഡാഡി. എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് തന്നെയായിരിക്കും. വാടാ. കേറ് കേറ്.
എടാ നിങ്ങൾക്കൊക്കെ എവിടെ വേണമെങ്കിലും പൊയ്ക്കോടാ, പക്ഷെ ഞാൻ ഇന്ന് എന്റെ ലവറിന്റെ വീട്ടിലേക്ക് പോവാൻ പോവാണ്. ഇതാണ് കോട്ടർ. ഇത് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ലെറ്റർ. ഞാൻ ഇതാ ഇറങ്ങാൻ പോവാണ്. ഞാൻ എന്നാ ഇറങ്ങട്ടെ. എടാ, അമ്മേ. അയ്യോ. വേണ്ടടാ, ഇത് ആവശ്യമില്ലാത്ത പണിയാടാ. വേണ്ടടാ, പോവല്ലേ. പോവല്ലേടാ. എന്റെ ചക്കര മൊത്ത നീ എന്തിനാട്ട് പോന്നോ? ഇവിടെ തന്നെ ഇരിക്കേ. ഞാൻ തൊട്ട് വന്ന് നോക്കട്ടെ. അയ്യോ കിളവി. എന്റെ തങ്കക്കുടമേ. അയ്യോ അയ്യോ, ഈ മിനി മാറ്റഡോർ ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇങ്ങോട്ട് വാ. എന്റെ ചെല്ലക്കുട്ടി. ഒച്ചയടല്ലേ, അമ്മ എണീച്ചു. ലെറ്ററിലെല്ലാം എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ട് നാളെ പറയണേ. സോറി കേട്ടോ, സോറി. എന്തെങ്കിലും കുടിക്കാൻ വേണോ? തരി പാല് വരും, ഞാൻ കുടിച്ചിട്ട് കുറെ നാളായി. അതായത് പാല് കാച്ചി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാ, അത്രേ ഉള്ളൂ. അയ്യോ, പാല് മാത്രം മതിയോ? അല്ല വേറെന്തെങ്കിലും? പഞ്ചസാരയും കൂടെ ഇട്ട സുഖമാണ്. ഒന്ന് പോ, കൊച്ചു കള്ള. ഇതെന്താടാ ഇത്? കല്യാണ പെണ്ണിനെ പോലെ നാണിച്ചിട്ട് പോകുന്നത്. ഇതാണ് ഓണത്തിന് ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത്. മോളെ കെട്ടിയ അമ്മ ഫ്രീ. ആന്റി, ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ പാലൊക്കെ തരുന്നുണ്ടെങ്കിൽ വളരെ ഗ്രേറ്റ് ആണ് ആന്റി. നിങ്ങൾക്കൊക്കെ എന്ത് തന്നാലും മതിയാവില്ല. പാലിലും മധുരം കറക്റ്റ് ആയിട്ടുണ്ടോ? കുടിച്ചു നോക്കിട്ട് പറയുന്നേ. അതല്ലേ ഞാനും പറയുന്നത്. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, ഇത് വെച്ചേക്ക്, ഞങ്ങള് പോയിട്ട് മറ്റന്നാ വരാനേ. ഞായറാഴ്ചയല്ലേ, ഉച്ചക്ക് ഇങ്ങോട്ട് ഉണ്ണാൻ വരുമോ? ആ വരാ ആന്റി. നാളെ ചിക്കനാണോ മട്ടനാണോ? എന്താ പോകുന്നത്? കുറച്ചു നേരം കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് പോന്നേ. പോലെ അമ്മേ, നിങ്ങൾ എന്തിനാ അവരെ കണ്ടിട്ട് നാണിച്ച് നിൽക്കുന്നേ? നീ തെറ്റിദ്ധരിച്ചേക്കല്ലേ, വെങ്കി എന്നെ പ്രേമിക്കുന്നു. എന്നെ പ്രേമിക്കുന്നെന്നും പറഞ്ഞ് എനിക്ക് ലവ് ലെറ്റർ തന്നു. എന്താ പറഞ്ഞ? എന്താ രാജ, എന്തിനാ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നേ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എന്റെ അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ കാണിക്കാതെ ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ. അതുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്. നിനക്ക് അമ്മയും അച്ഛനും ഉണ്ടോ? അതെ ഉണ്ട്. മുകളിൽ നിന്ന് എന്നെ കാണുന്നുണ്ടെന്നും ഞാൻ എങ്ങനെ ജീവിക്കാൻ പോകുന്നെന്ന് വിഷമിക്കുവാ അവര്. എനിക്ക് എന്താ പറ്റാൻ പോകുന്നതെന്ന് വിചാരിച്ചും വിഷമിക്കുവാ. നിങ്ങളുടെ രാജയ്ക്ക് ഒന്നും ആവില്ല. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കൊടുത്ത അതേ സ്നേഹം ഞാൻ അവന് കൊടുക്കുമെന്ന് ഒരൊറ്റ പ്രാവശ്യം എന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പറയാവോ പ്ലീസ്? നീ പറയുന്ന കേട്ട അച്ഛനും അമ്മയും വളരെ സന്തോഷപ്പെടും. ഒരുപക്ഷെ നീ പറയാൻ പോകുന്ന നുണയാണെങ്കിലും സത്യം പോലെ കരുതി എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയും മഹാലക്ഷ്മി. ഇങ്ങോട്ട് നോക്കൂ. അച്ഛാ, അമ്മേ, നിങ്ങളുടെ മകനെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ജീവിതകാലം മുഴുവൻ ഞാൻ തുണയായിട്ടുണ്ടാവും. നിങ്ങളില്ലാത്ത കുറവ് ഒരിക്കലും ഞാൻ അവനെ അറിയിക്കില്ല എന്ന് ഇവിടെ ഇതാ സത്യം ചെയ്യാണ്.